പഴയന്നൂർ വടക്കേത്ര ALP സ്കൂളിൻ്റെ വാർഷിക ആഘോഷവും അധ്യാപക രക്ഷാകർത്താ ദിനത്തിൻ്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി നിർവഹിച്ചു. ALPS പ്രധാന അധ്യാപകൻ പ്രശാന്ത് പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ ആനന്ദ് AK അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അധ്യാപിക അശ്വതി S റിപ്പോർട്ടും അവതരിപ്പിച്ചു. വാർഡ് മെമ്പർമാരായ മനോജ് M, ഗീത ഉണ്ണികൃഷ്ണൻ, EHRD NSS കോർഡിനേറ്റർ ദിനേശ് മോഹൻ M, PTA പ്രസിഡന്റ് ഗോപകുമാർ, MPTA പ്രസിഡന്റ് ബിന്ദു V, പഴയന്നൂർ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി സാദ്, മറ്റ് അധ്യാപകരും രക്ഷാകർത്താക്കളും കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ജീവിതത്തിന്റെ പാതയിലാണ്. ഒരു കാലത്ത് നമ്മുടെ സമീപ പ്രദേശങ്ങളായ ചീരക്കുഴി, നേർമുക്ക്, കാക്കരക്കുന്ന്, കിളിക്കടവ്, വടക്കേത്തറ എന്നീ പ്രദേശങ്ങളിലെല്ലാം ശക്തമായ വേരോട്ടം ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു മഹാമരം ഇന്ന് ഈ കാലത്തിന്റെ കുത്തൊഴുക്കിലും മനുഷ്യരുടെ മാനസിക നിലയിലുണ്ടായ മാറ്റത്തിലും നമ്മുടെ വിദ്യാലയം ഇന്ന് ഒരു അതിജീവനത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കോൺക്രീറ്റ് സൗധങ്ങളുടെ താഴെ ഇരുന്ന് അക്ഷരങ്ങൾ പഠിച്ചാൽ മാത്രമേ അക്ഷരങ്ങൾ പഠിയൂ എന്ന ഒരു വിഭാഗം ജനങ്ങളുടെ മാനസിക നിലയും, പിന്നെ അതേപോലെ നമ്മുടെ കാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ ദൂരം കൂടുതലും പാടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടും പഴയന്നൂർ ടൗണിൽ നിന്ന് കുറച്ച് ദൂരെ ആയതുകൊണ്ടും പിന്നെ ഒരു 120 വർഷം പഴക്കമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ആ 120 വർഷത്തെ വിജയക്കുതിപ്പിന്റെ വർഷങ്ങൾ തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള പഴമയുടെയും പാരമ്പര്യത്തിന്റെയും പലതരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും നമ്മുടെ വിദ്യാലയത്തിൽ പണ്ടത്തെ പ്രതാപം ഇന്നില്ല എന്നത് ഒരു തർക്കത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാം. പക്ഷേ നിങ്ങൾ ഇന്ന് നമ്മുടെ സ്കൂളും പരിസരവും ഒന്ന് വിശദമായിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ഓരോ എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പഴക്കമുള്ള ഒരു വിദ്യാലയത്തിന്റെ വാർഷികാഘോഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ വിദ്യാലയത്തിന് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഏറ്റവും നല്ല വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടുത്തെ എല്ലാവരുടെയും കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ വിദ്യാലയത്തിലും അത്തരം പ്രവർത്തനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അധ്യാപകരായാലും മറ്റ് ഭാരവാഹികളെല്ലാവരും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാലയത്തിൽ കുട്ടികൾ കുറവാണ്. എന്നിരുന്നാലും അത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഗുണകരവുമാണ്. കാരണം ഏകദേശം ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾ 15 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ അധ്യാപകർക്ക് വളരെ വൃത്തിയിൽ പഠിപ്പിക്കാനും പരിചരിക്കാനും സാധിക്കും.
നമസ്കാരം. മാസ്റ്റർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാനൊരു പുതുമുഖമായിരിക്കാം, പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ സുപരിചിതമായി നിങ്ങളുടെ വീട്ടിലേക്ക് കുടുംബാംഗത്തെ പോലെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നൊരു ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്. പുതുമുഖമായി വന്നാലും നിങ്ങളിൽ ഒരാളായി മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും, അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് നമ്മൾ പുതിയ പഞ്ചായത്തിലെ അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഈ ഒരു അവസരത്തിൽ ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. 120 വർഷത്തോളം പഴക്കമുള്ളൊരു കലാലയമാണ് ഇതെന്ന് പറഞ്ഞു. വളരെ അഭിമാനം തോന്നുന്ന ഈ ഒരു സ്ഥലത്തിൽ നിന്ന് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇത്രയും വർഷം കാലം പഴക്കമുള്ള ഒരു സ്കൂളിൽ കയറി ചെല്ലുക, അവിടെ നിന്നൊരു 2 വാക്ക് സംസാരിക്കാൻ പറ്റുക എന്നൊരു തരം സന്തോഷമേറെയില്ല. ഒരുപാട് തലമുറകൾ പഠിച്ചിറങ്ങിയ ഒരു കലാലയമാണത്. ഇനി അങ്ങോട്ടും മികച്ച രീതിയിൽ കുട്ടികളെ പ്രാപ്തരാക്കാൻ പറ്റിയ ഒരു അധ്യാപകർ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുട്ടികളുടെ ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. ഫോൺ 9895653372.